ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു വേൾഡ് കപ്പ് എഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ സെമി ഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സെമി ഫൈനലിൽ ഇന്ന് രാത്രിയാണ് നടക്കാൻ പോകുന്നത്. അതിലൊന്നൊന്നര സെമി ഫൈനലാണ്, ഒന്നൊന്നര മത്സരമാണ്. ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന. അതായത് ഇൻ്റർനാഷണൽ ഫുട്ബോളിലെ തന്നെ ഏറ്റവും വലിയ റൈവലറികളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന ഫിക്സ്ചർ എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. യെസ്, ഇത് ജസ്റ്റ് അനദർ ഫുട്ബോൾ മാച്ചാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്കലിനിയൊക്കെ പറയുന്നത്. തോമസ് ടുക്കേൽ ആ രീതിയിലാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ജസ്റ്റ് അനദർ ഫുട്ബോൾ മാച്ച് എന്ന രീതിയിലല്ല അർജൻറ്റീനക്കാരും അതേപോലെ തന്നെ ഇംഗ്ലീഷുകാരും ഈ ഫിക്സറിനെ കാണുന്നത്. അതാണ് ഈ ഫിക്സറിൻ്റെ ചരിത്രം. അതിൽ പൊളിറ്റിക്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ അതിൽ ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ഇൻസിഡൻറ്റുകളുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ എൻ്റെ എഡിറ്റർ ഇൻ ചീഫായിട്ടുള്ള ചെങ്ങായിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൾ ഇംഗ്ലീഷുകാരനാണ്. അപ്പോൾ ഞങ്ങൾ ഫുട്ബോൾ നിരന്തരം സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് ജയിച്ചിട്ട് സ്പെയിനെതിരെ ഫൈനലിൽ തോറ്റാലും വലിയ വിഷയമില്ല എന്നുള്ളത്. അത് പുള്ളി തന്നെ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നുള്ളത്. ഞങ്ങൾക്ക് ഈ ഫിക്ചർ അത്രയും വലുതാണ്, അർജൻറ്റീനയെ പരാജയപ്പെടുത്തുന്നത് അത്രയും വലിയ ഒരു സംഭവമാണ് ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ തന്നെ ആയിരിക്കും അർജൻറ്റീനക്കാർക്കും തോന്നുന്നുണ്ടായിരിക്കുക എന്നുള്ളത്. കാരണം ഇംഗ്ലണ്ടിനെതിരെ ജയിക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഒരു പ്രൈഡിൻ്റെ കൂടി സംഭവമാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ടാക്ടിക്സിനേക്കാളൊക്കെ വലുതായിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കോച്ചായിട്ടിരിക്കുന്നത് ഒരു ജർമ്മൻകാരനാണ്. ആളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആ ഒരു റൈവലറിയുടെ വലിയ തോതിലുള്ള ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട കാര്യമില്ല. ആൾക്ക് കൂടുതൽ ഫുട്ബോളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയല്ല അർജൻറ്റീനയുടെ കാര്യം, അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്ലേയേഴ്സിൻ്റെ കാര്യമല്ല. കാരണം ചരിത്രം ആ രീതിയിലാണ് ഉള്ളത് ഈ ഫിക്സറുമായി ബന്ധപ്പെട്ടിട്ട് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ലിയോ മെസ്സി 10-21 വർഷമായി ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ. ആൾ 205 ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇംഗ്ലണ്ടിനെതിരെ ഒരു മത്സരം ചെങ്ങായി കളിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് ചെങ്ങായി ഇംഗ്ലണ്ടിനെതിരെ ഒരു മത്സരം കളിക്കാൻ പോകുന്നത്, അതും വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ. വാവ്, വാട്ട് ആൻ ഒക്കേഷൻ അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ എന്താണ് ഈ റൈവലറിയുടെ കാരണം? ഓഫ് കോഴ്സ് പൊളിറ്റിക്സും കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഫുട്ബോൾ റൈവലറി എങ്ങനെയാണ് തുടങ്ങുന്നത്? അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലൊരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ 1986 ഡിയേഗോ അർമാൻഡോ മറഡോണയുടെ ഹാൻഡ് ഓഫ് ഗോഡ് ഇൻസിഡൻ്റ് ആയിരിക്കും അല്ലേ. ആ രീതിയിൽ ഇംഗ്ലീഷുകാർ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ വാദമുള്ളത്. അത് തന്നെയായിരിക്കും എല്ലാവരുടെയും ചിന്ത. അതാണ് ആദ്യത്തെ ഇൻസിഡൻറ്റ് എന്നുള്ളത്. പക്ഷേ അതല്ല ആദ്യത്തെ ഇൻസിഡൻറ്റ്. യെസ്, ആ മത്സരത്തിൽ തന്നെ പിന്നീട് ഗോൾ ഓഫ് ദ സെഞ്ചുറിയൊക്കെ ഡിയേഗോ മറഡോണ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 4 വർഷം മുമ്പാണ് ആ ഫോക്ലൻഡ് വാർ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. മൽവീനാസ് എന്നാണ് അർജൻറ്റീനക്കാരതിനെ വിളിക്കുന്നത്. അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാം ഈ വീഡിയോയിൽ. അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഇത് തുടങ്ങുന്നത്? ഇംഗ്ലണ്ടും അർജൻറ്റീനയും ഇത് 6ാം തവണയാണ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് 5 തവണ അവർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഏറ്റുമുട്ടൽ നടക്കുന്നത് 1962 ചിലിയിൽ നടന്നിട്ടുണ്ടായിരുന്നു വേൾഡ് കപ്പിൽ. അന്ന് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇംഗ്ലണ്ട് വളരെ കംഫർട്ടബിളായിട്ട് അർജൻറ്റീനയെ പരാജയപ്പെടുത്തുന്നു 3-1 എന്നുള്ള സ്കോർ ലൈനിൽ. ഗ്രൂപ്പിലെ മത്സരമായിരുന്നത്, നോക്കൗട്ട് മത്സരമായിരുന്നില്ല. ഓക്കെ, പിന്നീട് കോൺട്രവേഴ്സി തുടങ്ങുന്നത്, ആ റൈവലറിക്ക് മൂർച്ഛം കൂടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത് 1966 1966 ഇംഗ്ലണ്ടിൽ വെച്ച് നടന്നിരുന്ന വേൾഡ് കപ്പിലെ ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഒരുപാട് പേര് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 1966 ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടാണ്. അപ്പോൾ അതിൽ മത്സരത്തിനിടയിൽ ആൻ്റോണിയോ റാറ്റിൻ എന്ന് പറയുന്ന അർജൻറ്റീന മിഡ്ഫീൽഡർ, ക്യാപ്റ്റൻ, ബൊക്കാ ജൂനിയേഴ്സിൻ്റെ ലെജൻഡ്, ഇപ്പോൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹം മരണപ്പെട്ടു പോയി 89ാമത്തെ വയസ്സിൽ. ആ മനുഷ്യനെ റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നു. അന്ന് ഓർക്കേണ്ട സംഭവം റെഡ് കാർഡ് കണ്ട് പുറത്തു പോയി എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു ഫ്രേസ് ആയിരിക്കില്ല. കാരണം വെച്ചാൽ അന്ന് റെഡ് കാർഡോ യെല്ലോ കാർഡോ ഇല്ല. അത് വേർബലായിട്ടാണ് ആ ഒരു ഇൻസിഡൻ്റൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് ഈ ഒരു ഇൻസിഡൻറ്റ്, ഈ റെഡ് കാർഡും യെല്ലോ കാർഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പോലും ഇൻഫ്ലുവൻസ് ആയി എന്നുള്ളതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇൻസിഡൻറ്റ്? ഇവിടെ വെസ്റ്റ് ജർമ്മൻകാരനാണ് റെഫറി ആ മത്സരം ചെയ്യുന്നത്, ഒഫീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻ്റോണിയോ റാറ്റിൻ എന്തുകൊണ്ടാണ് ആളോട് പുറത്തു പോകാൻ റെഫറി പറയുന്നത് വെച്ചാൽ വേർബൽ അബ്യൂസ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നാക്ക് കൊണ്ട് വയലൻസ് കാഴ്ച വെച്ചു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലേറ്റവും കൗതുകമായിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ആൻ്റോണിയോ റാറ്റിൻ മരിക്കുന്നത് വരെ സമ്മതിക്കാത്ത തരത്തിലുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആൾ വേർബലി അബ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.
അപ്പോൾ പിന്നെ എങ്ങനെ റെഫറി തീരുമാനം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു സ്കാൻഡൽ എന്ന രീതിയിലൊക്കെ ആളുകൾ അതിനെ ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ റോബറി എന്ന രീതിയിലാണ് അർജൻറ്റീനയിൽ അതിനെ ചർച്ച ചെയ്യപ്പെടുന്നുള്ള കാര്യം ഓർക്കണം. അതായത് ഒന്ന്, ജർമ്മൻകാരനായിട്ടുള്ള റെഫറിക്ക് സ്പാനിഷ് അറിയില്ല. മറ്റൊന്ന്, റാറ്റൻ എന്ന് പറയുന്ന അർജൻറ്റീനിയൻ പ്ലെയർക്ക് ജർമ്മനും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. പിന്നെ ഏത് ഭാഷയിലാണ് ചങ്ങായി വെർബലി അബ്യൂസ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവിടെ പിന്നീട് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആളുടെ മുഖവും ആളുടെ ഫേഷ്യൽ എക്സ്പ്രഷനും ആളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ട് ആൾ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലാണ് ചങ്ങായി ആളോട് പുറത്തു പോകാൻ പറഞ്ഞതെന്നുള്ളത്. റെഡ് കാർഡ് കൊടുത്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം റെഡ് കാർഡില്ല, പുറത്തു പോകാൻ പറഞ്ഞത്. അപ്പോൾ അത് ആൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സംഭവമായിരുന്നില്ല ആൻ്റണി റാറ്റിന്. ആളത് ഒബ്വിയസ്ലി പ്രൊട്ടസ്റ്റ് ചെയ്തു. മൊത്തം അർജൻറ്റീനിയൻ പ്ലേയേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ആളവിടെ ഒരു റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു, രാജ്ഞിക്കായിട്ട് വിരിച്ചതാണെന്നാണ് പിന്നെ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലൊക്കെ ഇരിക്കുന്നു, ആൾ പോകുന്നില്ല. മൊത്തം അർജൻറ്റീനിയൻ ടീം ഭയങ്കര ഡെവസ്റ്റേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു. പക്ഷേ റെഫറി അത് തീരുമാനിച്ച സംഭവമാണ്, അതിനിപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമായിരുന്നില്ല. ആളൊരു ഇൻ്റർപ്രറ്റർക്ക് വേണ്ടിയിട്ടുള്ള വാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ആരും വന്നില്ല, കാരണം ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിലേക്ക് ശേഷം മത്സരം വീണ്ടും ആരംഭിക്കുന്നു. പക്ഷേ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഡിസിഷനിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, റോബ്ഡ് എന്നുള്ള ഫീൽ അവർക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെ മത്സരം പിന്നീട് ഇംഗ്ലണ്ട് 1-0 എന്നുള്ള സ്കോർ ലൈൻ വിജയിക്കുന്നു. ഹേഴ്സ്റ്റാണ് ഗോൾ അടിച്ചത്. ഇംഗ്ലണ്ട് പിന്നീട് 1966 ആ വേൾഡ് കപ്പ് ട്രോഫി സ്വന്തമാക്കുന്ന അവരുടെ ആകെയുള്ള വേൾഡ് കപ്പ് കിരീടമാണത് എന്നുള്ള കാര്യമാണ്. അതിൽ തന്നെ ഫൈനലിലും കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. എക്സ്ട്രാ ടൈമിൽ വെസ്റ്റ് ജർമ്മനിക്കെതിരെ ഹേഴ്സിൻ്റെ തന്നെ ഗോൾ, അതൊരു ഗോസ്റ്റ് ഗോൾ എന്ന രീതിയിലാണ് വിളിക്കുന്നത്. കാരണം വെച്ചാൽ അത് വരെ കടന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസിഡൻ്റാണ്. ഇതിൽ തന്നെ ഈ സൗത്ത് അമേരിക്കൻ ടീമുകളൊക്കെ ലണ്ടനിൽ ഒത്തുകൂടിയിട്ട്, അതായത് ബ്രസീൽ, ഉറുഗ്വേ, ചിലി, അർജൻറ്റീന, ഇവർ അന്നത്തെ മൊത്തത്തിലുള്ള റെഫറിങ് ഡിസിഷൻസിനെതിരെയൊക്കെ പിന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ അവരുടേതായിട്ടുള്ള കൺസേണുകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. മൊത്തത്തിൽ ആ രീതിയിൽ അറിയപ്പെടുന്ന തരത്തിലൊരു വേൾഡ് കപ്പാണ്. അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടാത്ത തരത്തിലൊരു വേൾഡ് കപ്പാണ് 1966 വേൾഡ് കപ്പ്. ഒബ്വിയസ്ലി ഇതിന് മറുവാദങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ഇംഗ്ലീഷ് മീഡിയയിൽ നിന്ന് തന്നെ നമുക്കിത് വായിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ അതാണ് 1966 ആ ഒരു ഇൻസിഡൻറ്റ്. അതാണ് സത്യം പറഞ്ഞാൽ ഈ ഫുട്ബോളിംഗ് ഡ്രൈവിലുള്ള ഒരു തുടക്കം എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം. പിന്നീട് 1986 വീണ്ടും ഇവർ ക്വാർട്ടർ ഫൈനൽ ഏറ്റുമുട്ടുമ്പോൾ അത് വല്ലാത്ത രീതിയിലുള്ള മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു പോകുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് സംഭവിക്കുന്നത്? മെക്സിക്കോയിൽ വെച്ച് നടന്നായിരുന്ന ആ മത്സരം, ഡിയേഗോ മാറഡോണ സെക്കൻഡ് ഹാഫിൽ കൈകൊണ്ട് ഗോളടിക്കുന്ന മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് മാറഡോണയുടെ തല, കുറച്ച് ദൈവത്തിൻ്റെ കൈ എന്ന രീതിയിലാണ് ആ ഗോളിനെ ചങ്ങായി വർണ്ണിച്ചിട്ടുണ്ടായിരുന്നത്. ആളതൊരു മിസ്റ്റേക്കാണെന്നുള്ളത് പിന്നീട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതോ ഒരു ഇംഗ്ലീഷ് മീഡിയ അത് ആ രീതിയിൽ പുള്ളിക്കാരൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെതിരെ പുള്ളിക്കാരൻ പിന്നീട് ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ എന്നുള്ള കാര്യം ഓർക്കണം. ഓഫ് കോഴ്സ് അത് ചീറ്റിംഗ് ആണെന്നുള്ളത് തന്നെയാണ് ഇംഗ്ലീഷ് പ്ലേയേഴ്സിൻ്റെ വാദം. അത് ചീറ്റിംഗ് ആണെന്ന് തന്നെയാണ് ഇംഗ്ലീഷ് പ്ലേയേഴ്സിൻ്റെ വാദം, ഇംഗ്ലീഷ് ആരാധകരുടെ വാദം. യെസ്, കൈകൊണ്ട് ഗോളടിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അവിടെ റെഫറി ആ ഗോൾ അലോ ചെയ്യുന്നു. മാത്രമല്ല അതിനുശേഷം അവിടെ നിന്ന് 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാറഡോണ അടിച്ചുള്ള ഗോളുണ്ട്. ഹാഫിനടുത്ത് ബോളുമായിട്ട് എത്ര പ്ലേയേഴ്സിനെ മറികടന്ന് പോയിട്ടാണ് ആ ഗോൾ അടിച്ചുള്ളത്. ഗോൾ ഓഫ് ദി സെഞ്ചുറി എന്ന രീതിയിൽ ലേബൽ ചെയ്യപ്പെടുന്ന ഒരു ഗോൾ അടിക്കുന്നു. 2-0 ആകുന്നു. പിന്നീട് ഗാരി ലിനക്കർ ഒരു ഗോൾ മടക്കുന്നു. പക്ഷേ 2-1 ഇംഗ്ലണ്ട് പരാജയപ്പെട്ടു പോവുകയാണ്. 1986 പിന്നീട് ഡിയേഗോ മാറഡോണ വേൾഡ് കപ്പ് അർജൻറ്റീനയ്ക്ക് നേടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അല്ലേ. വല്ലാത്തൊരു ക്യാമ്പയിനാണ് അത്. ഇന്ത്യയിലൊക്കെ ആദ്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള വേൾഡ് കപ്പാണ്. അപ്പോൾ ഈ അർജൻറ്റീനയുടെ ഫാൻ ബേസൊക്കെ വലിയ തോതിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പടർന്ന് പന്തലിച്ചിട്ടുള്ളൊരു വേൾഡ് കപ്പാണ് 1986 വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ. മാത്രമല്ല അതിൽ ഡിയേഗോ മാറഡോണയെ നല്ല രീതിയിൽ ഇടിച്ചിടാനുള്ള ശ്രമങ്ങളൊക്കെ ഇംഗ്ലീഷ് പ്ലേയേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അവർ മാൻ മാർക്ക് ചെയ്യണോ എന്നുള്ള ചിന്തകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. മാൻ മാർക്ക് ചെയ്തിട്ട് കാര്യമില്ലെന്ന് അവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു. എൽബോയും ഇടിയും കുത്തും അതൊക്കെ അന്നത്തെ സാഹചര്യത്തിലുണ്ടായിരുന്നു. മാത്രമല്ല ഈ മാറഡോണ ഗോളടിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അവിടെ ഗാരി ലിനക്കർ ഷോയിൽ അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ അർജൻറ്റീന പ്ലെയർ ഒരു ഫൗൾ നടത്തുന്നുണ്ട്. എന്നിട്ടാണ് ആ ബോൾ പിന്നെ മാറഡോണയുടെ അടുത്തേക്ക് എത്തുന്നത്. പക്ഷേ ആ മത്സരത്തിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പലതും ഫൗൾ പോലും അല്ല, അല്ലെങ്കിൽ ഫൗൾ പോലും വിളിക്കില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോഴെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ മത്സരം നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 3, 4, 5 റെഡ് കാർഡുകൾ കൊടുക്കേണ്ട തരത്തിലുള്ള ഫൗളുകൾ ആ മത്സരത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ആ മത്സരത്തിൽ 10 ഡ്രിബിളുകൾ, 7 ഫൗളുകൾ ആൾ വിൻ ചെയ്തിട്ടുള്ളതാണ് മാറഡോണ. 2 ഗോളുകൾ. അതൊരു മാറഡോണ മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. പക്ഷേ അതിനെ ചീറ്റിംഗ് എന്ന രീതിയിൽ തന്നെയാണ് ഇംഗ്ലീഷ് ആരാധകർ കണക്കാക്കുന്നത്. ഓഫ് കോഴ്സ് അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ട്. പക്ഷേ അതിൽ മാറഡോണ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു സിംബോളിക് വിക്ടറിയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തിനാണ് അങ്ങനത്തെ ഒരു വർത്തമാനം ചങ്ങായി പറഞ്ഞത്? അതായത്
ഈ 1986 വേൾഡ് കപ്പിന് 4 വർഷം മുമ്പ് 1982 ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു, ഫോൾക്ലാൻഡ് വാർ. അതായത് മൽവീനാസ് എന്നുള്ളതാണ് ആ ഐലൻഡിനെ, 2 ഐലൻഡുകളുണ്ടല്ലേ, പിന്നെ അർജന്റീനക്കാർ വിളിക്കുന്നത്. എന്താണ് സംഭവം? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐലൻഡ് ഒരു 300 മൈൽ അർജൻറ്റീനയുടെ കോസ്റ്റിൽ നിന്ന് ഒരു 300 മൈൽ അകലെ നിൽക്കുന്നതാണ്. അപ്പോൾ പ്രോക്സിമിറ്റി അർജൻറ്റീനയ്ക്ക് അടുത്താണ് ഇംഗ്ലണ്ടിനെ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രിട്ടനെ കൺസിഡർ ചെയ്യുമ്പോൾ. ഇതിൽ തന്നെ എന്തുകൊണ്ടാണ് അർജന്റീനക്കാർ അത് അർജൻറ്റീനയുടെ ഐലൻഡാണെന്നുള്ള വാദമൊക്കെ ഉന്നയിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അർജൻറ്റീന സ്പെയിൻ്റെ കോളനിയായിരുന്നു. ഇതിനിടയിൽ ബ്രിട്ടീഷുകാരും അവരെ കോളനൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു റൈവലുടെ കഥ കൂടിയുണ്ട്. ബ്രിട്ടീഷുകാർ പിന്നെ ആരെയാണ് കോളനൈസ് ചെയ്യാൻ ശ്രമിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കേണ്ടത്. അതേപോലെ തന്നെ സ്പെയിനും ആ രീതിയിൽ തന്നെ പലരെയും കോളനൈസ് ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്പിൽ ഇത് വളരെ സർവ്വസാധാരണ സംഭവമായിരുന്നല്ലോ ആ ഒരു കാലഘട്ടത്തിലല്ലേ, കോളനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്തായാലും പിന്നെ ഈ ഫോൾക്ലാൻഡ് ഐലൻഡ് കണ്ടുപിടിക്കുന്നത് ഇംഗ്ലീഷ് സെയിലേഴ്സാണെന്നുള്ളതാണ് വാദം ഹിസ്റ്ററിയിലുള്ളത്. പിന്നീട് അവിടെ ഫ്രഞ്ചുകാരും അതേപോലെ തന്നെ സ്പാനിഷുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ, കാരണം സൂപ്പർ യൂറോപ്യൻ ഹെവി വെയ്റ്റുകൾ അതിനായിട്ടുള്ളൊരു പോരാട്ടമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, ഇംഗ്ലണ്ടിൻ്റെ കീഴിലായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നീട് അത് സ്പെയിൻ കീഴടക്കുന്നു. സ്പെയിനും കുറച്ചു കാലം അവർ അത് കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഈ സ്പെയിന് അർജൻറ്റീനയെ കോളനിയാക്കി വെക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്താണ്, സ്പെയിനിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ മാൽവീനാസ് അല്ലെങ്കിൽ ഫോക്ലാൻഡ് ഐലൻഡ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ വൈസ് റോയൽറ്റി ഓഫ് റിയോ ഡെ ലാ പ്ലാറ്റ, ബ്യൂണസ് ഐറസിലാണ് അവരുടെ പ്രവർത്തന കേന്ദ്രമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, ഈ ഇൻഡിപെൻഡൻസ് അർജൻറ്റീനയ്ക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ ഈ വൈസ് റോയ് ഓഫ് റിയോ ഡെ ലാ പ്ലാറ്റയുടെ കീഴിലുണ്ടായിരുന്ന ഈ പ്രൊവിൻസ്, അത് ഈ ഐലൻഡും ഒക്കെ അർജൻറ്റീന അവർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്നു. അങ്ങനെ അർജൻറ്റീന അവിടെ ഒരു റൂളിംഗ് പരിപാടിക്കുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം. പക്ഷേ പിന്നീട് ബ്രിട്ടൻ വന്നിട്ട് US-ൻ്റെ ഒരു ഫോഴ്സൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് വേറെ കാര്യം. ബ്രിട്ടൻ വന്നിട്ടും ആ ഒരു മേഖല തിരിച്ചു പിടിക്കുന്നു. അങ്ങനെ അത് ബ്രിട്ടൻ അവരുടേതാണ്, പണ്ട് മുതലേ നമ്മുടേതാണ് എന്ന് പറഞ്ഞിട്ട്. കാരണം വെച്ചാൽ അവർ ഈ എക്കണോമിക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ സ്പെയിൻ അങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യത്തിൽ എക്കണോമിക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരോടൊന്ന് പോകുമ്പോഴും ഇതിൻ്റെ ഓണർഷിപ്പ് നമ്മുടേതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. സ്പെയിൻ വരുന്ന സാഹചര്യത്തിലും സ്പെയിൻ അത് കീഴടക്കുന്ന സാഹചര്യത്തിലും സ്പെയിൻ കോളനൈസ് ചെയ്യുന്ന സാഹചര്യത്തിലും. പക്ഷേ സ്പെയിൻ പിന്നെ അത് അവരുടെ ഒരു ടെറിട്ടറി ആയിട്ട് മുമ്പോട്ട് വന്നപ്പോൾ ഈ അർജൻറ്റീനയുടെ ഈ പറഞ്ഞ പോലെ ഈ വൈസ് റോയൽറ്റി ഓഫ് റിയോ ഡെ ലാ പ്ലാറ്റ എന്ന് പറയുന്ന ആ ഒരു ഭരണത്തിൻ്റെ കീഴിലായിരുന്നു, അത് ബ്യൂണസ് ഐറസിൽ വെച്ച് നടക്കുന്ന ഭരണത്തിന് കീഴിലായിരുന്നു ഈ ഫോക്ലാൻഡും ഉണ്ടായിരുന്നത്. അപ്പോൾ അർജന്റീനക്കാർ അവരുടേതാണെന്നുള്ള വാദം ഉന്നയിക്കുന്നു. ബ്രിട്ടീഷുകാർ നമ്മൾ പണ്ട് മുതലേ ഉള്ളതാണ്. അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്രിട്ടീഷുകാരാണെന്ന് പറയാനാണ് അവർക്കും താല്പര്യം. കാരണം വളരെ കുറച്ച് ആൾക്കാർ, 3000 ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബ്രിട്ടീഷുകാരെ വെച്ചിട്ടൊന്നും പോരാടി നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫോഴ്സോ കാര്യങ്ങളൊന്നും അവർക്കില്ല എന്നുള്ള കാര്യമാണ്. എനിവേ, അത് അർജന്റീനയുടെ ഈ പറഞ്ഞ പോലെ നാഷണലിസത്തിൻ്റെ ഒരു സിമ്പലായിട്ട് മാറുന്നു ഈ ഐലൻഡ്. അത് നമുക്ക് അവകാശപ്പെട്ടതാണ്, അത് പക്ഷേ ബ്രിട്ടീഷുകാർ പിടിച്ചു വെക്കുന്നുള്ളത്. അതിന് 2 തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലായിട്ടും ഈ സംഭവത്തെ അർജൻറ്റീനയിൽ യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ 70കളുടെ അവസാനം അർജൻറ്റീനയിൽ ഭയങ്കര ക്രൂരമായിട്ടുള്ള ഹുന്ത മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് നടക്കുന്നുണ്ടായിരുന്നു. അത് ക്രൂരമായിട്ടുള്ള റൈറ്റ് വിങ് സൈക്കോപാത്തുകൾ കൊണ്ടു നടക്കുന്നൊരു സമ്പ്രദായമായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അതായത് അവിടെയുള്ള സ്റ്റുഡൻസുകൾക്കെതിരെ, ലെഫ്റ്റ് ലിബറൽസുകൾക്കെതിരെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള അഴിഞ്ഞാട്ടം, മിലിറ്ററിയുടെ അഴിഞ്ഞാട്ടം നടക്കുന്ന, ഡെമോക്രസിക്കെതിരായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 70കളുടെ അവസാനം. ഈ 82 യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലും ഹുന്ത JUNTA എന്ന രീതിയിൽ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പാണ്. അതിനെ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഫ് കോഴ്സ് CIA, അമേരിക്കയുടെ. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ അവിടെ എക്കണോമിക് ക്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നാഷണലിസത്തിന് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തത് ഈ റൈറ്റ് വിങ്ങിൻ്റെ ഒരു മെയിൻ സാധനമാണല്ലോ. അപ്പോൾ അങ്ങനെ അവർ ഈ ഫോക്ലാൻഡ് ഐലൻഡ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഇൻവേഡ് ചെയ്യാൻ പോവുകയാണ്, ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധത്തിന് പോവുകയാണ്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് അവരുടെ ഫോഴ്സ് ഭീകരമാണ്. അവർ ഈ പോയതിൽ 600 ചില്ലാനം ആൾക്കാരെ കൊലപ്പെടുത്തുന്നു. അവിടെ ബ്രിട്ടീഷുകാർക്കും 200 ചില്ലാനം ആൾക്കാരെ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, 2-2.5 മാസം നീണ്ടുന്നുണ്ടായിരുന്ന ആ ഒരു യുദ്ധം അവസാനിക്കുന്നു. അതിൽ ഓഫ് കോഴ്സ് അർജൻറ്റീന പിൻവാങ്ങുന്നു. അത് പിന്നീട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വികാരം, കാരണം മനുഷ്യന്മാർ മരണപ്പെടുന്നു. കാരണം ആരുടെയിലൊക്കെ അച്ഛനോ കുടുംബത്തിൽ ആരെങ്കിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ആണല്ലോ മരണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വേദന ഓഫ് കോഴ്സ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് ആ ഒരു നാഷണലിസത്തിൻ്റെ സിമ്പൽ കൂടിയാണല്ലോ ഈ ഒരു സംഭവം. അപ്പോൾ അത് അങ്ങനെ ഭയങ്കരമായിട്ട് അർജൻറ്റീനിയൻ ആളുകളുടെ മനസ്സിലിങ്ങനെ അത് കയറി പറ്റിയിരുന്നത്. പക്ഷെ അത്
ആ ഒരു മിലിറ്ററി ഹുന്ത ഡിക്റ്റേറ്റർഷിപ്പിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾക്ക് തുടക്കമായി. കാരണം ഭയങ്കരമായിട്ടുള്ള എക്കണോമിക് ക്രൈസിസ് ഉണ്ട്. അങ്ങനെ അവർ പോകുന്നു. അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു ഗുണം സംഭവിച്ചത് അർജൻറ്റീനയിൽ എന്നുള്ള കാര്യം ഓർക്കണം. പിന്നീട് പലതരത്തിലുള്ള ഗവൺമെൻറ്റുകൾ, റൈറ്റ് വിങ് ഗവൺമെൻറ് വരുന്നു. ഓഫ് കോഴ്സ് പിന്നെ കുറച്ചുകൂടി സെൻട്രിസ്റ്റുകൾ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കിർച്ച്നർ എറ എന്നൊക്കെ പറഞ്ഞു വെച്ചെങ്കിൽ ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ഇറയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഉള്ളത് ഹാവിയർ മിലി എന്ന് പറയുന്ന ഒരു സൈക്കോപാത്താണ്, റൈറ്റ് വിങ് സൈക്കോപാത്താണ് അവിടെ പ്രസിഡൻ്റ് ആയിട്ടുള്ളത്. അതിന് മുമ്പ് ആൽബർട്ടോ ഫെർണാണ്ടസ് കുറേ കൂടി ലെഫ്റ്റ് ലിബറൽ ആയിരുന്നുള്ള കാര്യം കൊടുക്കണം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഗവൺമെൻറ്റുകൾ അവിടെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഡെമോക്രസി അവിടെ വരുന്നു. പക്ഷേ ഓഫ് കോഴ്സ് അവിടെ അവരുടെ ഒരു എക്കണോമിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും അർജൻറ്റീൻ ജനതയുടെ ഉള്ളിൽ ഈ മൽവിനാസ്, അവർ മൽവിനാസാണ് ഐലൻഡിനെ വിളിക്കുന്നത്, അവരുടെ ആ ഒരു നാഷണലിസത്തിൻ്റെ സിമ്പിളായിട്ട് മാറുന്നു. ബ്രിട്ടീഷുകാരുടെ ഓവറോൾ കൊളോണിസത്തിനെതിരെ, അവരുടെ ആ ഒരു സംഭവത്തിനെതിരെയും, അതേപോലെ തന്നെ അവരുടെ പിന്നെ ആൾക്കാരെ കൊന്നതിൻ്റെ ഒരു പക ഒക്കെ അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഡിയോഗോ മറഡോണ അതുകൊണ്ടാണ് അവർക്കായിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ 1986 വിജയം എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൽ കൊളോണിസത്തിൻ്റെ കഥയുണ്ട്, അതേപോലെ തന്നെ നാഷണലിസം എങ്ങനെയാണ് റൈറ്റ് വിങ് നാഷണലിസത്തെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതിയിൽ കൂടുതൽ ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചില്ല, പക്ഷേ കുറച്ച് പറഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളതാണ്. എനിവേ, ലിയോപോൾഡോ ഗാൽറ്റിയേരി എന്ന് പറയുന്ന ഈ ഹുന്ത റൂളിൻ്റെ മിലിറ്ററി ഡിക്റ്റേറ്ററാണ് അന്ന് ആ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അവിടെ ഒരു സിംബോളിക് വിക്ടറി എന്ന രീതിയിലാണ് അതിനെ ഡിയോഗോ മറഡോണയും അർജൻറ്റീനയും കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ഒരു ചീറ്റിംഗ് എന്ന രീതിയിലാണ് ഇംഗ്ലീഷുകാർ കാണുന്നത്. പിന്നീട് 1998 ഇവർ വീണ്ടും ഏറ്റുമുട്ടുകയാണ് മറ്റൊരു ക്വാർട്ടർ ഫൈനലിൽ. അപ്പോൾ എന്താണ് അത്, ഡിയോഗോ സിമിയോണി ഡേവിഡ് ബെക്കാം ഇൻസിഡൻറ്റിലാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഡേവിഡ് ബെക്കാമിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് പോൾ ഗാസ്ഗോയിനെ ആ ടീമിൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഗ്ലെൻ ഹോളിൽ 31കാരനായിട്ടുള്ള ഗാസ ആളുടെ ആൽക്കഹോളിക് സംഭവങ്ങളും ഒക്കെ കാരണം കൊണ്ട് തന്നെയാണ് ആ രീതിയിൽ ഉൾപ്പെടുത്താതിരുന്നത്. പല ചർച്ചകളുണ്ട് അതുമായി ബന്ധപ്പെടുത്തിയിട്ട്. ഡേവിഡ് ബെക്കാമിന് തുടക്കത്തിലൊന്നും അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയതിൽ റിഫ്റ്റും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ പണ്ട് ഇംഗ്ലീഷ് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ തുടക്കത്തിൽ അർജൻറ്റീന ലീഡ് എടുക്കുകയാണ്. അയാളുണ്ട് ഡിഫൻസിൽ. കാർലോസ് റോയാണ് കീപ്പറായിട്ടുണ്ടായിരുന്നത്. ആ കീപ്പർ ഹീറോ ആകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. ഡിയോഗോ സിമിയോണി ലീഡ് ഇവരെടുക്കുക പെനാൽറ്റിയിലൂടെ. സീമൻസിൻ്റെ മിസ്റ്റേക്കിൽ പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നു. അങ്ങനെ അർജൻറ്റീന ലീഡ് എടുക്കുന്നു. പക്ഷേ മത്സരത്തിലേക്ക് ഇംഗ്ലണ്ട് തിരിച്ചു വരുന്നു. അവർക്കൊരു പെനാൽറ്റി കിട്ടുന്നു. മൈക്കൽ ഓവൻ ഫാൻറ്റാസ്റ്റിക് ആയിട്ട് പെനാൽറ്റി വിൻ ചെയ്യുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ മത്സരത്തിലെ ഗോൾ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുള്ളായിട്ട് ആൾ ഗോൾ അടിക്കുന്നു. അങ്ങനെ 2-1 ലീഡ് എടുക്കുന്ന ലീഡുള്ള സാഹചര്യത്തിലാണ് പിന്നെ മറ്റൊരു ഫ്രീ കിക്ക് അർജൻറ്റീന കിട്ടുന്നതും ആ ഫ്രീ കിക്കിൽ നിന്ന് ജനറ്റി, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്രീ കിക്കാണ്, അതിൽ നിന്ന് ജനറ്റി ഗോൾ അടിക്കുന്നതും പിന്നീട് എന്താണ് ഡേവിഡ് ബെക്കാമിന് റെഡ് കാർഡ് ഇടുന്നത്. അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഡിയോഗോ സിമിയോണിയാണ്. പക്ഷേ അവിടെ ബെക്കാം എന്തിന് റെഫറിയുടെ മുന്നിൽ, ഡാനിഷുകാരനായ റെഫറിയുടെ മുന്നിൽ അത്തരത്തിൽ ആ കാല് പൊക്കിയിട്ട് സിമിയോണിനെ ആ രീതിയിൽ കിക്ക് ചെയ്യാൻ ശ്രമിച്ചത്? അതൊരു സോഫ്റ്റ് കിക്കാണെന്നൊക്കെ നമുക്ക് വാദിക്കാം. പക്ഷേ റെഫറിയുടെ മുന്നിൽ സംഭവിക്കുന്നതാണ്. ആൾ റെഡ് കാർഡ് കൊടുക്കുന്നു. അങ്ങനെ 10 പേരിട്ട് ചുരുങ്ങി. പക്ഷേ എന്നിട്ടും 2-2 അന്ന് ഗോൾഡൻ ഗോളൊക്കെയാണ് സംഭവം. എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു. ക്യാമ്പിൽ ഗോളടിച്ച് വിൻ ചെയ്തു എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സോൾ ക്യാമ്പിൽ. പക്ഷേ സോൾ ക്യാമ്പിൻ്റെ ഗോൾ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അത് ഡിസലോ ചെയ്യുന്നു. കാരണം ക്ലിയർ ഫൗളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കീപ്പറിനെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് പെനാൽറ്റി ഷൂട്ടിലേക്ക് പോകുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബാറ്റിയുടെ അവസാനത്തെ കിക്ക് സേവ് ചെയ്യുന്നത് പിന്നെ കാർലോസ് റോയാണ്. ആ രീതിയിൽ അർജൻറ്റീന വിജയിച്ചു കയറുന്നു. അഗെയിൻ ഹാർട്ട് ബ്രേക്ക്. ഡേവിഡ് ബെക്കാമിനെ ടാബ്ലോയിഡ് ന്യൂസ് മീഡിയ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു അവസരത്തിൽ. സർ അലക്സ് ഫെർഗൂസനൊക്കെ ആളുടെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡെഫിനറ്റ്ലി എങ്ങനെയായിരിക്കും മീഡിയ റിയാക്ട് ചെയ്യുക എന്നുള്ളത് ഊഹിക്കാവുന്ന തരത്തിലുള്ള സംഭവമാണ്. കാരണം പെറ്റിലൻ്റായിട്ടുള്ളൊരു ബിഹേവിയറാണ്. പക്ഷേ അത് ഡിയോഗോ സിമിയോണി ഇനീഷ്യേറ്റ് ചെയ്തതാണെന്നാണ് ഇംഗ്ലീഷുകാരുടെ വാദം. അപ്പോൾ അഗെയിൻ അവിടെ മറ്റൊരു നോക്കൗട്ട് മത്സരത്തിൽ ഇംഗ്ലണ്ട് പരാജയപ്പെട്ടു പോകണം. പിന്നെ 2002 അവർ വീണ്ടും ഏറ്റുമുട്ടുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ. ബാറ്റിസ്റ്റൂട്ടയുടെയും അഗെയിൻ ഡിയോഗോ സിമിയോണി ഉണ്ട്, പാബ്ലോ ഐമർ ഉണ്ട്, ഇവരൊക്കെ വാൾട്ടർ സാമുവൽ ഉണ്ട്. ഇവരൊക്കെ അടങ്ങുന്ന ആ ഒരു അർജൻറ്റീനൻ സൈഡിനെ ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തുന്ന 1-0 എന്നുള്ള സ്കോറിന്. പൊച്ചറ്റീനോ മൈക്കൽ ഓവൻ ഇൻസിഡൻറ്റ്, പെനാൽറ്റി,
അങ്ങനെ ഡേവിഡ് ബെക്കാം ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു, 1-0 വിജയിക്കുന്നു. അർജന്റീന ഗ്രൂപ്പിൽ പുറത്തായിട്ടുള്ള വേൾഡ് കപ്പാണ് 2002. അത് മേജർ ഡിസപ്പോയിൻമെൻ്റ് ആണ്. പിന്നീട് ആ ഒരു വേൾഡ് കപ്പിൽ ഇപ്പോഴാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ എത്ര വലിയ റൈവലറി ആണെന്നുള്ളത്. പിന്നെ 2005 അവസാനമായിട്ട് അവർ ഏറ്റുമുട്ടിയിട്ടുള്ള ഏതെങ്കിലും മത്സരത്തിൽ ഫ്രണ്ട്ലി ആയിരുന്നു, 2-1 അർജന്റീന മുന്നിട്ട് നിൽക്കായിരുന്നു. പക്ഷേ ലാസ്റ്റ് മത്സരത്തിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിൽ ഇംഗ്ലണ്ട് കംബാക്ക് നടന്നു, 3-2 എന്നുള്ള സ്കോറിന് വിജയിക്കുന്നു. മൈക്കിൾ ഓവൻ ബ്രേസ് അടിക്കുന്നു. അവരത് സെലിബ്രേറ്റ് ചെയ്ത രീതി ഭീകരമായിട്ടാണ്. കാരണം വെച്ചാൽ ഫ്രണ്ട്ലി പോലും അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. കാരണം അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ റൈവലറിക്ക് ഡെപ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സെലിബ്രേഷൻ ആ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2026 ഏറ്റുമുട്ടാൻ പോവാണ്. വാവ് മാൻ, വാവ്. അപ്പോൾ 2026 ഏറ്റുമുട്ടാൻ പോകുന്ന സാഹചര്യത്തിൽ രണ്ടുപേരും ഈ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് അത്ര വലിയ കൺവിൻസിങ് മോഡിലൊന്നുമല്ല എന്നുള്ളതാണ് ആദ്യം എടുത്ത് പറഞ്ഞതായിട്ടുള്ള സംഭവം. അത്ര വലിയ കൺവിൻസിങ് ആയിട്ടല്ല ഇവരെത്തി നിൽക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഈ സ്കലനിയുടെ കൂടെ ആ കോച്ചിങ് സ്റ്റാഫിലിരിക്കുന്ന വോൾട്ടർ സാമുവൽ, അയാല, പാബ്ലോ ഐമർ, ഇവർക്കൊക്കെ അർജൻറ്റീനയുടെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ചരിത്രം വളരെ വ്യക്തമായിട്ട് അറിയാമെന്ന് മാത്രമല്ല അനുഭവിച്ചവരാണ് അവർ 2002 1998. അപ്പോൾ എന്താണ് ഈ ഫിക്സറിന് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എടുത്തു കൊണ്ടായിട്ടുള്ള സംഭവം. യെസ്, അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ സംസാരിച്ചതാണ്. അവരെ പൊട്ടൻഷ്യൽ റൗണ്ട് ഓഫ് 32 ഒപ്പോണൻസ് ആയിട്ട് വരേണ്ടിയിരുന്നത് ഉറുഗ്വേ ആയിരുന്നു. അവർ ക്വാളിഫൈ പോലും ചെയ്തില്ല. പൊട്ടൻഷ്യൽ റൗണ്ട് ഓഫ് 16 ഒപ്പോണൻ്റായിട്ട് വരേണ്ടിയിരുന്നത് തുർക്കി ആയിരുന്നു. അവർ ക്വാളിഫൈ ചെയ്തില്ല. പൊട്ടൻഷ്യൽ ക്വാർട്ടർ ഫൈനൽ ഒപ്പോണൻ്റായിട്ട് വരേണ്ടിയിരുന്നത് പോർച്ചുഗലായിരുന്നു. അവരും ക്വാളിഫൈ ചെയ്തില്ല. അതായത് അങ്ങോട്ടേക്ക് എത്തിയാലല്ലേ അവർക്കെതിരെ നേരിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് റൗണ്ട് ഓഫ് 30 ക്യാബോ വെർദെക്കെതിരെ പോരാടേണ്ട സാഹചര്യം വരുന്നു. ഈജിപ്തിനെതിരെ റൗണ്ട് ഓഫ് 16, സ്വിറ്റ്സർലാൻഡിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ. പക്ഷേ ഒട്ടും കൺവിൻസിങ് അല്ലാണ്ട് ഈ മത്സരങ്ങളെല്ലാം ജയിച്ചു വരണം. പക്ഷെ അതിൽ ഒരു കാര്യമുണ്ട്, സൗത്ത് അമേരിക്കൻ ഗ്രിൻറ്റ, സൗത്ത് അമേരിക്കൻ ഗ്രിറ്റ്, അർജൻറ്റീനിയൻ ഗ്രിറ്റ്, അത് നമുക്ക് ഈ മത്സരങ്ങളെല്ലാം കാണാൻ സാധിക്കുമായിരുന്നു. പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. കഴിഞ്ഞ വേൾഡ് കപ്പിൽ പെർഫോമൻസിൽ നല്ല ഗ്രാഫായിരുന്നു. സ്പെയിനിൻ്റെ ഗ്രാഫ് എങ്ങനെയാണോ ആ രീതിയിലായിരുന്നു അർജൻറ്റീനയുടെ ഗ്രാഫ് ഉണ്ടായിരുന്നത്. മെല്ലെ മേലോട്ട് പോകുമായിരുന്നു. ഇവിടെ പെർഫോമൻസിൽ ഒരു തരത്തിലും ആ ഗ്രാഫ് മുകളിലോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, അവർ ആ ഗ്രിറ്റും ലിയോ മെസ്സിയുടെ വല്ലാത്ത രീതിയിലുള്ള 39ാമത്തെ വയസ്സിലുള്ള മാജിക്കും ഒക്കെ കൊണ്ടാണ് അവരിപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്നത്. ഒരൊറ്റ പോസിറ്റീവായിട്ടുള്ള സംഭവം, ഹൂലിയൻ അൽവാരസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ ആളുടെ ആ ഒരു സ്റ്റണ്ണിങ് ഗോൾ. ലൗതാരോ മാർട്ടിനസ് കോൺഫിഡൻസിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സ്ക്വാഡിലുണ്ട്. ഇതുവരെ കളിച്ച പോലെ കളിച്ചു കഴിഞ്ഞെന്നുവെച്ചെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ കാര്യങ്ങൾ നടക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ അങ്ങനെയാണ് അർജന്റീന ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഈ ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർമാർ അർജൻറ്റീനയാണ്. 17 ഗോളുകൾ അവരടിച്ചിട്ടുണ്ട്. പക്ഷേ പലതും എക്സ്ട്രാ ടൈമിലേക്ക് കൂടി കടന്നിട്ടുള്ള സാഹചര്യത്തിലാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല അർജന്റീന സംബന്ധിച്ചിടത്തോളം. ഈവൻ ദോ റിലേറ്റീവ്ലി ലോവർ ഒപ്പോണൻറ്റുകളെയാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവർ വിചാരിച്ചതിനേക്കാൾ. എന്നിട്ടും ഓഫ് കോഴ്സ് വേൾഡ് കപ്പാണ്, എല്ലാവരും ബ്ലഡും സ്വെറ്റും കൊടുക്കാനായിട്ട് വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മത്സരത്തിനും അതിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. എന്നാൽ പോലും കൺവിൻസിങ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്ത് പെർഫോം ചെയ്യാൻ അർജന്റീനയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ആ ഒരു ഗ്രിറ്റ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവരിവിടെ വന്ന് നിൽക്കുന്നത്. ഓഫ് കോഴ്സ് ലിയോ മെസ്സി ഇവിടെ ഉണ്ട്. 39ാം വയസ്സിൽ ചങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇംഗ്ലണ്ടും അത്ര കൺവിൻസിങ് അല്ല. പക്ഷേ അവർ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരും ഗ്രിറ്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചോളം പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് റിഫ്റ്റുകൾ ടീമിലുണ്ടാവും. ടീമിനിടയിൽ തന്നെ ഈ ക്ലബ് റൈവലറിയുടെ പല പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടാവും. അതിപ്പോൾ ഈ ഗാരത്ത് സൗത്ത്ഗേറ്റ് ഒക്കെ വന്നതിന് ശേഷം അതിൽ വലിയ മാറ്റങ്ങളൊക്കെ നമ്മൾ കാണുന്നു. പിന്നെ മോഡേൺ ഇറയിൽ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പ്ലേയേഴ്സ് തമ്മിൽ അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് യൂണിറ്റി, ഇമോഷണൽ ആ ഒരു കണക്ഷൻ ഫുട്ബോൾ ഉണ്ടാകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോഴാണ് നമ്മൾ ജയിക്കുക കൂടുതൽ കാര്യങ്ങൾ, അല്ലേ? അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അത് ഒരുപാട് നമുക്ക് ആ ഒരു അർജന്റീൻ സൈഡിൽ കാണാൻ സാധിക്കും. അവർ ഭയങ്കര ഇമോഷണലി ഭയങ്കര വലിയ ബോണ്ടിങ് ഉള്ളവരാണ്. അവർക്കും വലിയ പ്രശ്നങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്കാലനെറ്റ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇവിടെ തോമസ് ടുക്കെലിൻ്റെ കീഴിൽ ആ ഒരു ബോണ്ടുണ്ട് ഈ പ്ലേയേഴ്സ് തമ്മിൽ. അവർ ആ ഗ്രിറ്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം അവരുടെ റണ്ണ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഒരുപാട് വലിയ ഒപ്പോണൻസുകൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. യെസ്, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റൗണ്ട് ഓഫ് 32 അവരുടെ കഥ നോക്കിക്കഴിഞ്ഞാൽ അവർ പിന്നെ കോങ്കോക്കെതിരെ അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുറകിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള മെൻറ്റാലിറ്റി കാഴ്ച വെക്കുന്നു. ഫാന്റാസ്റ്റിക് സംഭവം. പക്ഷേ പെർഫോമൻസ് അത്ര ടോപ്പ് ക്ലാസ് ആയിരുന്നോ? അല്ല. അഗെയിൻ ഹാരി കെയ്ൻ മാസ്റ്റർ ക്ലാസ്സൊക്കെ നമ്മളവിടെ കാണുന്നു. പിന്നീട് റൗണ്ട് ഓഫ് 16 നമ്മൾ കാണുന്നത് മെക്സിക്കോക്കെതിരെ. അത് ഈ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിക്ചർ ആയിരുന്നു. കാരണം വെച്ചാൽ അതിലുള്ള ആ ഒരു ഗ്രിറ്റ് അവർ കാഴ്ചയുള്ള രീതി, അവരുടെ ഒരു മെൻറ്റാലിറ്റി കാഴ്ചയുള്ള രീതി, അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം അസ്റ്റക്കയാണ്, ഒരു കത്തീഡ്രലാണ്,
ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട്. മെക്സിക്കോയുടെ ഹോം ഗ്രൗണ്ടാണ്, അവരവിടെ സാധാരണ തോൽക്കാറില്ല. യെസ്, സ്ക്വാഡിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റിയൊക്കെ മെക്സിക്കൻ പ്ലേയേഴ്സിനേക്കാൾ കൂടുതലാണ്. പക്ഷേ അത് മാത്രം വെച്ചിട്ട് ജയിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ടും അഡ്വേഴ്സിറ്റി വരുന്നു, കാരണം 10 പേര് ചുരുങ്ങേണ്ട സാഹചര്യം വരുന്നു. എന്നിട്ടും അവർ മനോഹരമായിട്ട് ആ ഒരു ടീം എഫേർട്ട് കഴിച്ച് ആ റിസൾട്ട് പുൾ ഓഫ് ചെയ്യാണ്. ഫാന്റാസ്റ്റിക് സംഭവം. ഓഫ് കോഴ്സ് ജൂഡ് ബെല്ലിംഗാമിൻ്റെ മാസ്റ്റർ ക്ലാസ് ഉണ്ടായിരുന്നു, തോമസ് ടുക്കെലിൻ്റെ മാസ്റ്റർ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നീട് നോർവേക്കെതിരെയുള്ള അവരുടെ വിജയം കൺവിൻസിങ് ആയിരുന്നോ? അല്ല. പക്ഷെ അവർ വേ കണ്ടെത്തുകയാണ്, ജയിച്ചു കയറാനുള്ള വേ കണ്ടെത്തുകയാണ്. അങ്ങനെ അഗെയിൻ അതിലും ജൂഡ് ബെല്ലിംഗാമിൻ്റെ മാസ്റ്റർ ക്ലാസ് നമ്മൾ കാണുന്നു. തോമസ് ടുക്കെലിൻ്റെ സബ്ബുകൾ തുടക്കത്തിൽ പാളി, പക്ഷേ ആൾ തന്നെ അത് റെക്ടിഫൈ ചെയ്യുന്നു. അപ്പോൾ തന്ത്രശാലിയായിട്ടുള്ളൊരു കോച്ചുണ്ട്, ടീമിൽ യൂണിറ്റി ഉണ്ട്. ആ യൂണിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഈ ഇംഗ്ലീഷ് മീഡിയം തന്നെ, നിങ്ങളുടെ രാജ്യമല്ലോടോ, എന്നിട്ട് നിങ്ങൾ തന്നെ കുത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഹാരി കെയ്ൻ തന്നെ പറയുന്നുണ്ട് ഇതൊരു ഇംഗ്ലീഷ് മീഡിയ തിങ് ആണെന്നുള്ളത്. എന്തിനാ വെറുതെ റിഫ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? എന്തിൻ്റെ ആവശ്യമുള്ളത്? തോമസ് ടുക്കേൽ അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജൂഡ് ബെല്ലിംഗാമിൻ്റെ അടുത്തേക്ക് പോകുന്നു, മൈക്ക് നീട്ടിയിട്ട് നമ്മളെ നാട്ടിലെ മീഡിയ ചെയ്യുന്ന പോലെ. അതിനേക്കാളും വലുതാണ് അവന്മാർ, അത് വേറെ കാര്യം. ടാബ്ലോയിഡ് എന്ന് പറഞ്ഞാൽ അവന്മാർ ന്യൂസ് കിട്ടാൻ, ക്ലിക്ക് കിട്ടാൻ സ്വന്തം ടീമിൻ്റെ പരിപ്പിളക്കിയിട്ട് വേണമെങ്കിലും അവന്മാരത് ചെയ്യും. അതൊന്നും അവർക്ക് വിഷയമുള്ള സംഭവമൊന്നുമല്ല. ഇവിടെ ഇംഗ്ലണ്ട് ജയിച്ചാൽ അത് തോറ്റാൽ അവർക്ക് ന്യൂസ് വേണം, ക്ലിക്ക് വേണം, ക്ലിക്ക് ബേറ്റ് കഥകൾ വേണം. അതിനായിട്ട് അത് ഉണ്ടാക്കാൻ അവർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും, അതിൽ സംശയമില്ല. അപ്പോൾ അവിടെ ഹാരി കെയ്ൻ റിഫ്റ്റ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഇനി അതെന്തെങ്കിലും കുത്തിരിപ്പ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മനുഷ്യന്മാരാണല്ലോ, ഈഗോ എന്തെങ്കിലും. പക്ഷേ തോമസ് ടുക്കേൽ വളരെ ക്ലെവർ ആയിട്ടുള്ള ചങ്ങായിയാണ്. ജൂഡ് ബെല്ലിംഗാം 21 വയസ്സ് മാത്രമേ പറയുള്ളൂ, പക്ഷേ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ആ ഒരു എഡ്ജിൽ കളിക്കുന്നൊരു ചങ്ങായിയാണ്, ഭയങ്കര ഹാർട്ട് കൊണ്ട് കളിക്കുന്നൊരു ചങ്ങായി കൂടിയാണ്. അപ്പോൾ എനിവേ അങ്ങനെ ഇപ്പോൾ സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഈ സെമി ഫൈനലിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ അർജൻറ്റീന കൂടുതൽ ഗോളുകൾ അടിച്ചുള്ള സൈഡാണ്. ഇനി ഗോളുകൾ കൺസിഡർ ചെയ്ത കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ 2 ടീമുകളും 6 ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇതുവരെ. അതേപോലെ തന്നെ ഈ 2 ടീമുകളും ആകെ 2 ക്ലീൻ ഷീറ്റുകൾ മാത്രമേ ഇതുവരെ സ്വരൂപിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഗോളുകൾ കൺസിഡർ ചെയ്യുന്ന ടീമുകളാണ്. ഡിഫെൻസീവ്ലി അത്ര കംഫർട്ടബിൾ അല്ല ഈ സൈഡ്. ഈ 2 സൈഡുകൾക്കും പ്രശ്നങ്ങളുണ്ട്. 2 സൈഡുകളും കൺവിൻസിങ് അല്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസുകൾ 15 ബിഗ് ചാൻസുകൾ തൊലച്ചിട്ടുള്ളൊരു സൈഡാണ് ഈ ഇംഗ്ലീഷ് സൈഡ്. പിന്നെ അവരുടെ പ്രത്യേകത, അവർക്ക് എങ്ങനെ ഈ അർജൻറ്റീനൻ സൈഡിനെ ഹേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം, ആകെ ജോർഡൻ ഹെൻഡേഴ്സൺ മാത്രമേ അൺഫിറ്റ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഫിറ്റ് ആയിട്ടുണ്ട് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം, തോമസ് ടുക്കേലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ റൈറ്റ് ബാക്ക് ഏരിയയിൽ റീസ് ജെയിംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചാൽ ഫാന്റാസ്റ്റിക്. അതോ ഇനിയിപ്പോൾ കോൺസെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിൽ സംഭവമാണ്. ഡിഫൻസിൽ സ്റ്റോൺസും ഗെഹിയും സ്റ്റാർട്ട് ചെയ്യുമോ, അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ ഒറേലിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുമോ, അതോ ജെറ്റ് സ്പെൻസിൻ്റെ പേസ് യൂസ് ചെയ്യാനാണ്. ജെറ്റ് സ്പെൻസൊക്കെ ഒരു ഗെയിം ചേഞ്ചർ ആവുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങൾ മെക്സിക്കോക്കെതിരെയും നോർവേക്കെതിരെ നമ്മൾ കണ്ടത്. ഒറേലിനെ കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഒറേലിയുടെ ആ ഒരു ഗൈലും ആ മിഡ്ഫീൽഡ് ഇൻവേർട്ട് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ചങ്ങയാണ്. ആ ഗൈൽ യൂസ് ചെയ്യാനാണോ അതോ ജെറ്റ് സ്പെൻസിൻ്റെ ആ ഒരു പേസും ആ ഒരു സാധനം യൂസ് ചെയ്തുകൊണ്ട്, ആളുടെ അത്ലറ്റിക്സും യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഏരിയയിൽ കൂടി ആയിരിക്കുമല്ലോ മെസ്സിയും ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക റൈറ്റ് സൈഡിൽ. അവിടെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും, കണ്ടറിയാം. മിഡ്ഫീൽഡിൽ ഡെക്ലൻ റൈസ് കഴിഞ്ഞ മത്സരത്തിൽ ഫുള്ളി ഫിറ്റല്ല, കാരണം ആളില്ലായിരുന്നു. പക്ഷേ ആളിപ്പോൾ ഫിറ്റാണെന്ന് പറഞ്ഞു നിൽക്കുന്നത്. ഫിറ്റാണെങ്കിൽ ആളെന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആൻഡേഴ്സൺ, ഡെക്ലൻ റൈസ്, ജൂഡ് ബെല്ലിംഗാം, ഇത് തന്നെ ആയിരിക്കും ആ മിഡ്ഫീൽഡ് ഉണ്ടായിരിക്കുക. പിന്നെ ഹാരി കെയ്ൻ സ്ട്രൈക്കറായിട്ട്, ലെഫ്റ്റ് സൈഡിൽ ആന്റണി ഗോർഡൻ, റൈറ്റ് സൈഡിൽ ബുക്കായോ സാക്ക. ഫിറ്റാണെങ്കിൽ ബുക്കായോ സാക്ക സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ മധുക്കെ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഫിറ്റാണെന്ന് പറഞ്ഞാൽ മാച്ച് ഫിറ്റ്, ഫുള്ളി മാച്ച് ഫിറ്റ് ആണെങ്കിൽ എന്നുള്ളതാണ്. ഇതായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ സംഭവം. ഇനി ഇതിൽ എന്തെങ്കിലും ട്വീക്ക് തോമസ് ടുക്കേൽ നടത്തുമോ കണ്ടറിയേണ്ട സംഭവമാണ്. പിക്ഫോർഡ് തന്നെയായിരിക്കും കീപ്പറായിട്ടുണ്ടായിരിക്കുക. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അവരെ എങ്ങനെയായിരിക്കും ഇംഗ്ലണ്ട് ഹേർട്ട് ചെയ്യാൻ ശ്രമിക്കുക? അർജൻറ്റീന ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല. സ്വിറ്റ്സർലാൻഡ് മാൻ ടു മാൻ പ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പോലും ഇടങ്ങറാകുന്ന സിറ്റുവേഷൻ നമ്മൾ ഈ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, മാൻ ടു മാൻ പ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ. അപ്പോൾ എത്രത്തോളം ബ്രേവായിട്ട് ഇംഗ്ലണ്ട് പ്രസ് ചെയ്യാൻ പോകും ഈ അർജൻറ്റീനൻ സൈഡിനെ നമുക്കറിയില്ല. ഇംഗ്ലണ്ട് ആണെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഈ ടൂർണമെൻറ്റിലുടനീളം എടുത്തുള്ളത്. കാരണം അതിനുള്ള പ്രൊഫൈലുകളാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഡയറക്റ്റ് അപ്രോച്ച്, കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള അപ്രോച്ച്. ഈ 4 സെമി ഫൈനലിസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ വെച്ചെങ്കിൽ അതിൽ ആവറേജ് പൊസിഷൻ ഏറ്റവും കുറവുള്ളത് ഇംഗ്ലീഷ് സൈഡിനാണ്. മനസ്സിലായില്ല? കാരണം വെച്ചാൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആ ഒരു അറ്റാക്കിംഗ് പ്ലേയേഴ്സിലേക്ക് എത്തിക്കുക, ചാനൽ റണ്ണുകൾ നടത്താനുള്ള വിങ്ങർമാർ റെഡി ആയിട്ടിരിക്കും. അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ നിന്ന് ആ ബോക്സിലേക്ക് ക്രാഷ് ചെയ്യാനായിട്ട് ജൂഡ് ബെല്ലിംഗാമിനെ പോലത്തെ പ്രൊഫൈലുണ്ട്. ഹാരി കെയ്ൻ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഈ പറക്കുന്ന വിങ്ങർമാർക്ക് ബോൾ എത്തിച്ചു കൊടുക്കാൻ ചെങ്ങായി ശ്രമിക്കും. അതിൽ തന്നെ ഈ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ബോക്സിലേക്കുള്ള ക്രാഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇംഗ്ലണ്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഇംഗ്ലണ്ടിന് എങ്ങനെയാണ് അർജൻറ്റീന ഹേർട്ട് ചെയ്യാൻ പറ്റുക? അർജൻറ്റീനയെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്നത് 2 പ്രധാന മേഖല, രണ്ടെണ്ണമാണ്. ഒന്ന് പിന്നെ ക്രോസുകൾ വെച്ചിട്ട് ആക്യുറേറ്റ് ക്രോസുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് 6 ആക്യുറേറ്റ് ക്രോസുകൾ പെർ ഗെയിം കൊടുക്കുന്നുണ്ട് അവരുടെ ആവറേജിൽ.
ക്രോസുകൾ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള സംഭവമാണ്. ഓപ്പൺ പ്ലേ എന്ന ക്രോസുകൾ. അതേപോലെ തന്നെ സെറ്റ് പീസുകളും പ്രശ്നമാണ്. സെറ്റ് പീസ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആയുധമാണ്. കാരണം ഒരു ആസ്നൽ കൈൻഡ് ഓഫ് സാധനം ഉണ്ട് ഈ ഇംഗ്ലീഷ് സൈഡിൽ. കാരണം ഡെക്ലൻ റൈസ് ഉണ്ട്, ബുക്കായോ സാക്ക ഉണ്ട്, അങ്ങനത്തെ പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈറ്റുള്ള ഹാരി കെയ്ൻ ആണെങ്കിലും ജൂഡ് ബെല്ലിംഗാം ആണെങ്കിലും ഡിഫൻസിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും ആ ബോക്സിൽ പ്രസൻസ്, സെറ്റ് പീസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രശ്നം. അപ്പോൾ ക്രോസുകൾ അർജൻറ്റീന സംബന്ധിച്ചുള്ള വീക്ക്നെസ്സാണ്. അത് കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. ഈ ക്രോസുകൾ വരുന്ന കാര്യത്തിൽ ഈ ഡീപ്പ് റൺ, ഇപ്പോൾ ഈ ജൂഡ് ബെല്ലിംഗാമിൻ്റെയൊക്കെ ഡീപ്പ് റൺ തടയാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമായിരിക്കും അർജൻറ്റീന സംബന്ധിച്ചിടത്തോളം. പിന്നെ പേസ്, ഇതാണ് ഈ രണ്ട് സാധനങ്ങൾ. അതായത് പേസ്, വിങ്ങിലുള്ള പേസ് അർജൻറ്റീന സംബന്ധിച്ചിടത്തോളം ശരിക്കും അവർ ഇടങ്ങറാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആൻ്റണി ഗോർഡൻ ആണെങ്കിലും ബുക്കായോ സാക്ക ആണെങ്കിലും മദൂക്കി ആണെങ്കിലും റാഷ്ഫോർഡ് ആണെങ്കിലും ആരാണെങ്കിലും പേസ് അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫുൾ ബാക്കുകൾ നല്ല രീതിയിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അർജൻറ്റീനയുടെ റൈറ്റ് സൈഡിലുള്ള മൊലീന കളിക്കുന്ന സാഹചര്യത്തിൽ മൊലീന ഇടങ്ങറാകുന്നു. മോണ്ടിയലാണ് കുറച്ചുകൂടെ പിന്നെയും ബെഞ്ചിൽ വന്നിട്ട് ഡിഫെൻസീവ്ലി കുറച്ചുകൂടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ കളിക്കുന്നുണ്ടായിരുന്ന RMF ആയിട്ട് റൈറ്റ് മിഡ്ഫീൽഡിൽ കളിക്കുന്ന ഡിപ്പോളിനും വലിയ തോതിൽ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ വിചാരിച്ച പോലെ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഡിപ്പോളൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ഫിക്സറിനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെയാണ്. പക്ഷേ അവിടെ 1v1 സിനാരിയോകൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു അപ്പർ ഹാൻഡ് പേസുള്ള ഇംഗ്ലീഷ് വിങ്ങർമാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഈ പ്രധാന 2 വീക്ക്നെസ്സുകൾ അർജൻറ്റീനയെ ഹേർട്ട് ചെയ്യാൻ ഇംഗ്ലണ്ടിന് സാധിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ, ഒന്ന് ഈ പറഞ്ഞ പോലെ ക്രോസുകൾ, പേസ്, വിങ്ങിലുള്ള പേസ്. മനസ്സിലായില്ലേ? ഇനി അർജൻറ്റീന സംബന്ധിച്ചുള്ള അവരുടെ തനതായിട്ടുള്ള ശൈലി തന്നെയാണ്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ സ്കലർനി കൊണ്ടുവരാൻ ശ്രമിക്കുമോ എനിക്കറിയില്ല. അതായത് ആളിങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ പ്ലേയേഴ്സിൻ്റെ ഹിസ്റ്ററി നോക്കിയിട്ടല്ല ടീമിനെ സെലക്ട് ചെയ്യുന്നത്, ആരാണോ ബെറ്റർ ഫോർ ദ ടീം അതാണ് നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെയാണ് ആൾ പറഞ്ഞു വെക്കുന്നത്. ഈ ടീമിനെതിരെ, ഒപ്പോസിഷൻ ടീമിനെതിരെയുള്ള റൈറ്റ് ടീമിൽ തന്നെ ആയിരിക്കും ഇറക്കാമെന്നൊക്കെ ആൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഈ ഇംഗ്ലണ്ടിൻ്റെ വിങ്ങിലുള്ള പേസിനെ തടയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഫൈലുകൾ വേണ്ടി വരും അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം. ഒരു പക്ഷേ നിക്കോ ഗോൺസാലസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സിമിയോണി എന്ന് പറയുന്ന ആ ഒരു നെയിമിന് ഈ ഒരു ഫിക്ചറിൽ വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നുള്ള കാര്യം ഓർക്കണം അല്ലേ. അപ്പോൾ സിമിയോണിൻ്റെ ചെക്കൻ കളിക്കേണ്ട ഒരു മത്സരമാണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ സിമിയോണിൻ്റെ ചെക്കൻ ഈ മത്സരത്തിൽ അവസരം കൊടുക്കുമ്പോൾ സ്കലനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആളുടെ പ്രത്യേകത എന്തായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ? എങ്ങനെയാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് അർജൻറ്റീന അടിക്കുന്നത്? ബ്രേവായിട്ടുള്ള സ്കലനിയുടെ കോളുകളാണ് അതിൽ അർജൻറ്റീനയ്ക്ക് ഗുണകരമായിട്ടുണ്ടായിരുന്നത്. അതായത് മിഡ്ഫീൽഡിൽ ആദ്യം എൻസോ ഫെർണാണ്ടസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഈവൻ പപ്പു ഗോമസിനെ പോലുള്ള പ്ലേയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഗുഡോ റോഡ്രിഗസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നായിരുന്നു. അപ്പോൾ കാര്യങ്ങളോട് വർക്ക് ആകുന്നില്ല എന്ന് കാണുമ്പോഴാണ്, ഈവൻ ഹൂൻ അൽവാരസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലാസറോ മാർട്ടിനസിൻ്റെ കാര്യങ്ങളോട് വർക്ക് ആകുന്നില്ല എന്ന് കാണുമ്പോൾ ആ ബ്രേവ് ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. എൻസോ ഫെർണാണ്ടസിനെ ഡീപ്പ് മിഡ്ഫീൽഡറാക്കി മാറ്റുന്നു, അതേപോലെ തന്നെ ഹൂലിൻ അൽവാരസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഗെയിം ചേഞ്ചറായിരുന്നു അർജൻറ്റീനയെ സംബന്ധിച്ചോളം. അപ്പോൾ ആ രീതിയിലുള്ള ബ്രേവ് ചേഞ്ചസ് വരുത്താനുള്ളൊരു സമയമാണ് ഈ സെമി ഫൈനൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ടോട്ടൽ ഫോർമേഷൻ ചേഞ്ചിലേക്ക് അദ്ദേഹം നീങ്ങുമോ? ഒരു 3 at the back വെച്ചിട്ട് വിങ്ങിൽ നല്ല പറക്കുന്ന വിങ് ബാക്കുകൾ വെച്ച് കളിക്കാനുള്ള ശ്രമം നടത്തുമോ? കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ്. കാരണം വെച്ചാൽ ആ വിങ് ഏരിയയിൽ വൈഡ് ഏരിയയിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ തന്നെയായിരിക്കും ഇംഗ്ലണ്ട് കൂടുതൽ ശ്രമിക്കുക എന്നുള്ളതാണ്. വൈഡ് ഏരിയയിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും, എന്നിട്ട് ഈ ബോക്സിലേക്കുള്ള ഈ ചെങ്ങായിമാരുടെ ക്രാഷിങ്. അതേപോലെ തന്നെ എന്താണ് ഈ കുട്ടി റൊമേറോ ഒക്കെ മുമ്പോട്ടേക്ക് കയറി വന്ന് പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ചെങ്ങായിയാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നത്. അപ്പോൾ ഈ ഹാരി കെയ്നൊക്കെ ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ആളുടെ കൂടെ കുട്ടി റൊമേറോ കയറി, അത് ആ ബോളിന് പിന്നാലെ പോകാനുള്ള ഒരു ഏർജുള്ള തരത്തിലുള്ള പ്ലെയറാണ് കുട്ടി റൊമേറോ. ഫാന്റാസ്റ്റിക് ഡിഫൻഡറാണ് അല്ലേ. പക്ഷേ അത് പോകുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു സ്പേസ് വരും. കുട്ടി റൊമേറോ ലീവ് ചെയ്യുന്ന സ്പേസിലേക്ക് ഓടാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സ് ഉണ്ട് ഇംഗ്ലണ്ടിൽ. അതാണ് ജൂഡ് ബെല്ലിംഗാമിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും. അപ്പോൾ അതിലേക്ക് അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ആ സ്പേസ് ലീവ് ചെയ്യാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ആ ബോൾ വിൻ ചെയ്യേണ്ടി വരും കൃത്യമായിട്ടും കുട്ടി റൊമേറോയൊക്കെ ജമ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഇതിൽ തന്നെ അഗെയിൻ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റീനയുടെ ചാൻസുകൾ വർദ്ധിക്കുക എങ്ങനെയാണ്? അവരുടെ നാച്ചുറൽ ഫുട്ബോൾ കളിക്കുക എന്ന് നോക്കുമ്പോഴാണ്. എനിക്ക് തോന്നുന്നില്ല ഇംഗ്ലണ്ട് ഭയങ്കര ബ്രേവായിട്ട് അവരുടെ ഫ്രണ്ടിൽ തന്നെ ഭയങ്കരമായിട്ട് സ്വിറ്റ്സർലാൻഡ് ചെയ്തപോലെ മാൻമാർക്ക് ചെയ്യും എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇംഗ്ലണ്ടിന് ഗുണകരമാകും. കാരണം ഇംഗ്ലണ്ട് ഹൈ പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്തിട്ട് ഗോൾ അടിക്കുന്ന ഈ ടൂർണമെൻറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഹൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അർജൻറ്റീനൻ സൈഡിനെതിരെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. നേരെ മറിച്ച് അർജൻറ്റീനയൊക്കെ മിഡ്ഫീൽഡിൽ കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇംഗ്ലണ്ടിന് പണിയാകും. അപ്പോൾ അർജൻറ്റീന ചെയ്യേണ്ടത് അർജൻറ്റീനയുടെ തനതായിട്ടുള്ള ശൈലി, ആ മിഡ് ഏരിയയിലുണ്ടല്ലോ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യുക. അതാണ് അർജൻറ്റീന ചെയ്യുക. അവിടെ നിന്ന് പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്തിട്ട് അവിടെ നിന്ന് അവരുടെ ആ ഒരു
നോർമൽ രീതിയിലുള്ള പ്രോഗ്രഷൻ ഉണ്ട്. അത് സെൻട്രൽ പ്രോഗ്രഷൻ തന്നെയായിരിക്കും, കാരണം വിട്ട് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എന്താണ് അവരുടെ ക്വിക്ക് പാസിങ്ങുകൾ, അവർ ഈ പറഞ്ഞ പോലെ സെൻട്രലിലൂടെ അവരുടെ രീതി നമ്മൾ പലപ്പോഴും സംസാരിച്ച് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുകയാണത്. പാസ് ചെയ്യുക എന്നിട്ട് സ്പീഡ് ഇങ്ങനെ കൂട്ടുക. അതിൽ മെസ്സിയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കും. മെസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് പോലും ഇല്ല, അതിലേക്ക് ഞാൻ വരാൻ നിൽക്കുകയാണ്. കാരണം ഒരു ഡിഫറെൻറ്റ് എൻറ്റിറ്റിയാണ്. കാരണം അത് സെപ്പറേഷൻ സംസാരിക്കേണ്ട ഒരു മനുഷ്യനാണല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും അർജൻറ്റീന അവരുടെ തനതായിട്ടുള്ള ശൈലി, ആ ഒരു എനർജിയോട് കൂടിയിട്ട്, ഡിസയറോട് കൂടി. കാരണം വെച്ചാൽ ഇതിൽ ഓഫ് കോഴ്സ് ടാക്ടിക്സിൻ്റെ അതോടൊപ്പം തന്നെ ഈ ഗ്രിൻറ്റ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഡിസയർ, പാഷൻ, അതൊക്കെ വെച്ച് കളിക്കേണ്ട സാധനമുണ്ട്. അപ്പോൾ ഗ്രിറ്റ് ആര് കൂടുതൽ കാണിക്കുന്നു അവർ തന്നെ ആയിരിക്കും മത്സരം കൂടുതൽ ജയിക്കുക. ടാക്ടിക്സും ടെക്നിക്കൽ ക്വാളിറ്റിയും ഒക്കെ നമുക്ക് പറയാം. പക്ഷേ അതോടൊപ്പം തന്നെ ഹൂ വാണ്ട്സ് ഇറ്റ് മോർ എന്നുള്ളൊരു സാധനം കൂടിയുണ്ട്. അപ്പോൾ അതാ ഗ്രൗണ്ടിൽ പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് തലയിൽ കയറാനുള്ള ശ്രമങ്ങൾ നടത്തും ഡെഫിനറ്റ്ലി അർജൻറ്റീൻ പ്ലെയേഴ്സ്. ഈ പറഞ്ഞ പോലെ മിഡ്ഫീൽഡിൽ ഇപ്പോൾ ബെല്ലിംഗം ആണെങ്കിലും ഡെക്ലൻ ആണെങ്കിലും ഏലിയൻ ആൻഡേഴ്സൺ ആണെങ്കിലും ഫാന്റാസ്റ്റിക് പ്ലെയേഴ്സാണ്. കഴിഞ്ഞ മത്സരത്തിൽ നോർവേക്കെതിരെ ഡെക്ലനാണ് ഡീപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏലിയൻ ആൻഡേഴ്സൺ കുറേ കൂടി ആ ഒരു 8 ആയിട്ട് കളിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ അത്ര കംഫർട്ടബിൾ അല്ല ഏലിയൻ ആൻഡേഴ്സൺ. ആൾ കുറേ കൂടി കംഫർട്ടബിൾ എവിടെയാണ്, ആ ഒരു 6 ഏരിയയിൽ കളിക്കുന്ന സാഹചര്യത്തിലാണ്. ഡെക്ലനാണ് കൂടുതൽ 8ൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലെയർ. അപ്പോൾ ഡെക്ലൻ ഈ ഒരു പറഞ്ഞ പോലെ 6 ആയിട്ട് കളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളിനെ പ്രസ് ചെയ്യാൻ മെസ്സി അല്ലാത്ത എല്ലാവരും പ്രസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഹൂലിയൻ അൽവാരസ് ഞാൻ പറഞ്ഞല്ലോ, ഹൂലിയൻ അൽവാരസ് ഈ മത്സരത്തിൽ അർജൻറ്റീന തോൽപ്പിച്ചിട്ടാണ്. കാരണം വെച്ചാൽ ഫോമിലേക്ക് വരുന്ന ഹൂലിയൻ അൽവാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഓൾറെഡി വേൾഡ് ക്ലാസ് പ്ലെയറാണ്. പക്ഷേ ആൾ ആ ഫോമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ ഗോളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നത്. അത് വന്നു കഴിഞ്ഞ മത്സരത്തിൽ, റൈറ്റ് ടൈമിൽ വന്നു. അപ്പോൾ ഹൂലിയനൊക്കെ വേറെ ലെവൽ പ്രസ്സിങ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് മിഡ്ഫീൽഡിൽ ആരാണ് കളിക്കാൻ പോകുന്നത്, റൈറ്റ് മിഡ്ഫീൽഡിൽ ആരാണ് കളിക്കാൻ പോകുന്നത്, സിമിയോണി ആണോ നിക്കോ ഗോൺസാലസ് ആണോ, ആരാണ്? ഇനിയിപ്പോൾ കഴിഞ്ഞ മത്സരത്തിലുള്ള പോലെ തന്നെ അതേ ടീമിനെ തന്നെയാണ് ചങ്ങായി ട്രസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് 4 മിഡ്ഫീൽഡർമാർ, എൻസോ ഫെർണാണ്ടസ്, മെക്കാലിസ്റ്റർ, ഡിപോൾ, പാരഡസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാരഡസും ബെല്ലിംഗാമും തമ്മിലുള്ള ഒരു ബാറ്റിൽ കാണേണ്ടി വരും. പാരഡസ് ആ രീതിയിൽ ബെല്ലിംഗാമിൻ്റെ കൂടെ നിൽക്കും. ബെല്ലിംഗാം ഒരു ത്രട്ടാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചോളം പ്രധാന 2 ത്രട്ടുകൾ, ഒന്ന് ഹാരി കെയ്നും മറ്റൊന്ന് ജൂഡ് ബെല്ലിംഗാമാണ്. പക്ഷേ ഇതിനർത്ഥം ബാക്കിയൊരു ത്രട്ടല്ല എന്നുള്ളതല്ല. ആന്റണി ഗോർഡൻ ഓൺ ഹിസ് ഡേ ക്യാൻ മേക്ക് എ ഡിഫറൻസ്, സാക്ക ഓൺ ഹിസ് ഡേ ക്യാൻ മേക്ക് എ ഡിഫറൻസ്. കാരണം വെച്ചാൽ അർജൻറ്റീനയുടെ ഫുൾ ബാക്ക് ഏരിയയിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് അവർ കൂടുതലും ഈ മത്സരത്തിൽ ത്രട്ടൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ വിങ് ഏരിയയിൽ ത്രട്ടൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ സപ്പോർട്ട് കൊടുക്കണം ആ ഫുൾ ബാക്കുകൾക്ക്. ആ ഏരിയയിൽ കളിക്കുന്ന മിഡ്ഫീൽഡർമാർ അർജൻറ്റീന സംബന്ധിച്ചോളം 4-4-2 ആണ് അവർ കളിക്കുന്നതെങ്കിൽ 3 at the back ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ബോൾ ഗെയിം ഓൾ ടുഗദറായി. കംപ്ലീറ്റ്ലി ഇംഗ്ലണ്ട് പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തുള്ളൊരു സംഭവമായിരിക്കും അത്തരത്തിലൊരു ഫോർമേഷൻ ചേഞ്ചൊക്കെ അർജൻറ്റീന വരുത്തി കഴിഞ്ഞാൽ എന്നുള്ളത് കൂടി ഓർക്കണം. അപ്പോൾ എന്തായാലും പറഞ്ഞു വരുന്നത്, അർജൻറ്റീന അവരുടെ തനതായിട്ടുള്ള ശൈലി കളിച്ചാൽ മതി. ഇനി ഈ തനതായിട്ടുള്ള ശൈലിയിൽ മെസ്സി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലേ. മെസ്സിനെ മാൻമാർക്ക് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യുന്നത് അത്ര നല്ലൊരു തീരുമാനമായിരിക്കില്ല. കാരണം ആൾ മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ആളെ കൂടെ ഇടുന്നത് അത്ര നല്ലൊരു തീരുമാനമായിരിക്കില്ല. പക്ഷേ ആളേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ ആളിലേക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ ആളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 1-2 കളിച്ച് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ള ആളായിരിക്കും ആളുടെ ഉദ്ദേശം ഉണ്ടായിരിക്കുക. പിന്നെ റൈറ്റിലേക്ക് കൂടുതൽ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആളൊരു ഗോസ്റ്റ് ആയിരിക്കും. വാക്കിംഗ് പേസിലാണ് ഈ ടൂർണമെൻറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സൈലൻറ്റ് കില്ലർ എന്ന രീതിയിലാണ് ടുക്കേൽ ആളിനെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ ആൾ വല്ലാത്ത രീതിയിലുള്ള സ്പേഷ്യൽ അവയർനെസ് ഉള്ള ചങ്ങയാണ്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ കളിയിലില്ല എന്ന് തോന്നിക്കും പലപ്പോഴും, പിന്നെ ആൾ കളിയിലേക്ക് വരുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അതാണ്. അപ്പോൾ ആളിലേക്ക് കൂടുതൽ ശ്രദ്ധ ഇംഗ്ലണ്ട് തിരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റിടങ്ങളിൽ സ്പേസ് ജനറേറ്റ് ചെയ്യപ്പെടും. ഇനി മെസ്സിയുടെ സെറ്റ് പീസുകൾ, മെസ്സിയുടെ ക്രോസുകൾ, മെസ്സിയുടെ 1-2കൾ, അപ്പോൾ ആ 1-2 അത്ര മനോഹരമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ളവർ ആളുമായിട്ട് അങ്ങോട്ട് സെറ്റായിട്ടുള്ള ഈ ടൂർണമെൻറ്റിൽ സോഫാർ. അപ്പോൾ അത് ആർക്ക് സാധിക്കുന്നുള്ളതാണ്. പിന്നെ ഈ ഫുൾ ബാക്ക് ഏരിയയിൽ മെദീന ലെഫ്റ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യണമോ മോണ്ടിയയിൽ റൈറ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യണമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കും സ്കാലോനിയെ സംബന്ധിച്ചിടത്തോളം. ടഗ്ലഫിയൊക്കെ ഡീസൻ്റ് ആയിട്ടാണ് കളിച്ചത്. പക്ഷേ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു ടഗ്ലഫിക്കാണല്ലോ ഈ ഒരു സിസ്റ്റത്തിൽ. കാരണം ഈ 4 മിഡ്ഫീൽഡർമാരുള്ളതിൽ ഇപ്പം ഗോൺസാലസ് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മെദീനയും ഗോൺസാലസും കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ ഗോൺസാലസ് പിന്നെ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. ഗോൺസാലസ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊഫൈലായിട്ട് മാറാനുള്ള സാധ്യത. കാരണം വെച്ചാൽ ഡിഫൻസീവ്ലിയും കോൺട്രിബ്യൂട്ട് ചെയ്യും, അതുപോലെ തന്നെ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്ന സാധ്യത. ക്വാളിറ്റി അത്ര ടോപ്പല്ല നമുക്കറിയാതാണ്, പക്ഷേ ബാക്കിയുള്ളവർ പ്രൊഡ്യൂസ് ചെയ്തോളല്ലോ. അപ്പോൾ ഇവിടെ മെസ്സി ഗോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ പലരും വിചാരിക്കുക ആൾ ഗോസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതായത് ഒരു തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആൾ നിന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള പ്ലെയറാണ്. അപ്പോൾ ഫ്രീ കിക്കുകളും കാര്യങ്ങളൊക്കെ എഡ്ജ് ഓഫ് ദ ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ചങ്ങായിയാണ്.
ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ള അറ്റംപ്റ്റുകൾ അർജന്റീനയെ സംബന്ധിച്ചോളം അതൊരു ആയുധമായിരിക്കും ഈ മത്സരത്തിൽ. ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ള പിക്ഫോർഡ് ഫാന്റാസ്റ്റിക് കീപ്പറാണ്, പക്ഷേ ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ള ഷോട്ടുകൾ അത് ചിലപ്പോൾ വൾണറബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള കൂടുതലുള്ള ശ്രമങ്ങൾ ഈ അർജന്റീൻ സൈഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ സർപ്രൈസ്ഡ് ആകണ്ട. ഹൂലിയൻ ആണെങ്കിലും ലിയോ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ്. അതേപോലെ തന്നെ സെറ്റ് പീസുകൾ മറ്റൊരുടെയും ഇംഗ്ലണ്ടിൻ്റെയും പ്രധാന ആയുധമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഫ്രീ കിക്കുകളാണെങ്കിലും കോർണറുകളാണെങ്കിലും ആയുധമായിരിക്കും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഇംഗ്ലണ്ടിന് ഈ പറഞ്ഞ പോലെ അതിനുള്ള പ്രൊഫൈലുകളുണ്ട്. ഇപ്പം പേസ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, ഗെയിം സീ ഔട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഫൈലുകളുണ്ട് ഇംഗ്ലണ്ടിന്. ഇപ്പോൾ ഇവിടെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവർ ഈവൻ ലീഡ് എടുക്കുന്ന സാഹചര്യത്തിലും ആ ലീഡ് സറണ്ടർ ചെയ്യുന്ന സാഹചര്യമാണ് കാണുന്നത്. അത് അവരുടെ ഒരു തനതായിട്ടുള്ള ശൈലി നമ്മൾ കാണുന്നില്ല. അവർ കുറേ കൂടി ഓഫ് കോഴ്സ് എനർജി പിന്നെ പ്രിസർവ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, പക്ഷേ അതിൽ അവർ മൊത്തത്തിൽ കൺട്രോൾ സറണ്ടർ ചെയ്യാണ്. അവർ യൂഷ്വലി കൺട്രോൾ സറണ്ടർ ചെയ്യുന്ന തരത്തിലുള്ള സൈഡല്ല, അവർ ആ മിഡ്ഫീൽഡിൽ കൺട്രോൾ എടുക്കുന്ന തരത്തിലുള്ള സൈഡാണ്. ആ മിഡ്ഫീൽഡ് കൺട്രോൾ അവർക്ക് എടുക്കാൻ സാധിച്ചില്ല. കാരണം വെച്ചാൽ ഈ ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫാന്റാസ്റ്റിക് പ്ലേയേഴ്സാണ്, എലിയറ്റ് ആൻഡേഴ്സൺ ആണെങ്കിലും ഡെക്ലാണെങ്കിലും ജൂഡാണെങ്കിലും. പക്ഷേ അവർ എലിയറ്റ് ആൻഡേഴ്സൺ ഒഴികെ ബാക്കി എല്ലാവരും ആ രീതിയിൽ എന്താ പറയുക കംഫർട്ടബിളായിട്ട് ബോൾ ഇങ്ങനെ ഇപ്പോൾ സ്പാനിഷ് മിഡ്ഫീൽഡ് പോലെ ബോൾ ആ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ബോൾ കുറേ നേരം പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് അല്ല. അവർ ഡയറക്റ്റ് അപ്രോച്ച് ആയിരിക്കും കൂടുതലും, അല്ലെങ്കിൽ മിക്കവാറും പിന്നെ സൈഡിലേക്കുള്ള പാസ് അല്ലെങ്കിൽ പിന്നെ പുറകിലേക്കുള്ള പാസ് ആയിരിക്കും കൊടുക്കാം. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു മിഡ് ഏരിയയിൽ പൊസിഷൻ പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഫൈലുകളല്ല ഇംഗ്ലണ്ടിൻ്റെ ടീമിലുള്ളത്. അവർ കൂടുതലും അവരുടെ കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോ. പിന്നെ ഈ ട്രാൻസിഷനിൽ ഈ രണ്ട് ടീമുകളും വളർന്നവളാണ് ട്രാൻസിഷനിൽ. അത് നോർവേക്കെതിരെ നമ്മൾ കണ്ടതാണ്, സോർലോത്തിൻ്റെ കാര്യം ഇൻസിഡൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് അയാൾ ഇപ്പം ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ പല മത്സരങ്ങളും അവരുടെ ഈ പറഞ്ഞ പോലെ ട്രാൻസിഷനിൽ ഡിഫെൻഡിങ് പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ മിഡ്ഫീൽഡും ഡിഫൻസും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ വലുതായിട്ട് പോവുകയാണ്. കാരണം വെച്ചാൽ ആൻഡേഴ്സണൊക്കെ പെട്ടെന്ന് ജമ്പ് ചെയ്യുകയാണ് പ്ലേയേഴ്സിലേക്ക്. പാരഡൈസ് ഒന്നും ആ പരിപാടി ചെയ്യില്ല, പെട്ടെന്ന് ജമ്പ് ചെയ്യില്ല. പക്ഷേ സ്റ്റിൽ അർജന്റീന ഡിഫൻസ് ട്രാൻസിഷനിൽ വൈഡ് ഓപ്പൺ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ രണ്ട് ഡിഫൻസുകളും വൈഡ് ഓപ്പൺ ആണ്. ആരുടെ റെസ്റ്റ് ഡിഫൻസാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ റിക്കവറി പേസ് അർജന്റീനയേക്കാൾ മികച്ചതാണ്. അപ്പോൾ അവിടെയാണ് ഏത് പ്രൊഫൈലുകളെ, ഏത് പേഴ്സണലുകളെ അർജന്റീന യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഇതിൽ കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവം. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിക്കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ അത് പിന്നെ എനിബഡീസ് ഗെയിമാണ്. എമി മാർട്ടിനസും പിക്ഫോർഡും ഫാന്റാസ്റ്റിക് കീപ്പർമാരാണ്. പക്ഷേ ലിയോ മെസ്സി അത്ര നല്ല രീതിയിലല്ല പെനാൽറ്റിയിൽ എടുത്തിട്ടുള്ളത്. പെനാൽറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിബഡീസ് ഗെയിം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഡിസയർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഡിസയർ ആർക്കാണത് കൂടുതൽ വേണ്ടത്? അർജന്റീനയ്ക്ക് നോഹവ് ഉണ്ട് ഇത്തരത്തിലുള്ള സിനാരിയോകളിൽ. ഇംഗ്ലണ്ടിന് ആ നോഹവ് ഇല്ല, പക്ഷേ അവരുടെ കോച്ച് തന്ത്രശാലിയായിട്ടുള്ളൊരു കോച്ചാണ് സ്കലനി എന്ന് പറഞ്ഞാൽ. സ്കലനി ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാക്ടിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഇമോഷൻസാണ്. ഇമോഷൻസ് വെച്ചിട്ട് കളിക്കുന്നൊരു സൈഡാണ് ആൾ. ഭയങ്കര ഇമോഷണലാണ് എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ ചാൻറ്റുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ചാൻറ്റ് എന്താണ് അവരുടേത്? ലേറ്റസ്റ്റ് ചാൻറ്റിൽ നമ്മൾ ലിയോനെ വെച്ചിട്ട് നമ്മൾ 3ാമത്തെ ടൈറ്റിൽ അടിച്ചു എന്നുള്ളതുണ്ട്. പിന്നെ 32 വർഷങ്ങൾക്ക് ശേഷം സ്കാലനിറ്റ ആ റിവെഞ്ച് നടത്തുന്ന രീതിയിൽ പറയുന്നത്. കാരണം വെച്ചാൽ അന്ന് 10ാം നമ്പറിൽ നിന്ന് ആ കപ്പ് സ്റ്റീൽ ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. 10ാം നമ്പർ ഡിയേഗോ മറഡോണയാണ്. 1994 വേൾഡ് കപ്പിനെയാണ് അവർ ആ രീതിയിൽ ഉപമിക്കുന്നത്. 1994 വേൾഡ് കപ്പിൽ മറഡോണേനെ പിന്നെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അത്തരത്തിലുള്ള ബാൻഡ് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. കാരണം ആൾ ആ ഒരു വെയിറ്റ് സ്പ്രെഡ് ചെയ്യാനായിട്ട്, അതിന് മുമ്പ് കൊക്കൈൻ യൂസ് ചെയ്തതിന് ആൾക്ക് 10-15 മാസം ബാനൊക്കെ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വേൾഡ് കപ്പിനായിട്ട് ആൾ തീവ്രമായിട്ടുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ബാൻഡായിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ചങ്ങായി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എഫെഡ്രീൻ ആണോ അങ്ങനെന്തോ ഒരു സാധനമാണ്. അത് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് കണ്ടെത്തിയിട്ട് ആളെ പറഞ്ഞയക്കുന്നു. അത് ഡിയേഗോ മറഡോണ പറയുന്നത് തൻ്റെ സ്റ്റാഫിൻ്റെ പ്രശ്നമാണെന്നുള്ളതൊക്കെയാണ് ആൾ ഉന്നയിക്കുന്നത്. ആൾ മരണം വരെ അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അർജന്റീനക്കാർ വിചാരിക്കുന്നത് അവരെ ആ രീതിയിൽ ആ കപ്പ് അവരുടെ അടുത്ത് നിന്ന് സ്റ്റീൽ ചെയ്തതാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ മറഡോണയുടെ അടുത്ത് സ്റ്റീൽ ചെയ്തതാണെന്നുള്ളതാണ് അവരുടെ വാദമാണ്. പക്ഷേ അത് എന്താണ്, ആ ഒരു സബ്സ്റ്റൻസ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലന്ന് ആ ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ടെത്തുന്നു. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നാണ്. ആ സബ്സ്റ്റൻസ് അത് ബാൻഡ് സബ്സ്റ്റൻസ് ആണെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നത്തിങ് ക്യാൻ ബി ഡൺ അല്ലേ. പിന്നെ അവർ പറഞ്ഞത് ആ 4th സ്റ്റാർ ഷൈൻ ചെയ്യണം, ലിയോ മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പാണെന്നത് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ആ പാട്ടിൽ. മാൻ, അതായത് ഫോർ ദ മൽവീനാസ്, ഫോർ ഡിയേഗോ, ഫോർ ലിയോസ് ലാസ്റ്റ് വൺ, ബാക്ക് ടു ബാക്ക് നമ്മൾ അടിക്കുമെന്നുള്ളതാണ് അവരുടെ ആ ഒരു ചാൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ മൽവീനാസ് നമ്മൾ നേരത്തെ സംസാരിച്ച ഫോൾക്ലാൻഡ് ആ ഒരു സംഭവം, അതിലന്ന് നഷ്ടപ്പെട്ട ആളുകൾക്ക്, അന്ന് ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇതാണ് കേട്ടോ. പിന്നെ ഫോർ ഡിയേഗോ, അതെല്ലാ കാലത്തും, അത് വേൾഡ് കപ്പ് ഉള്ളിടത്തോളം കാലം, അർജന്റീന കളിക്കുന്നിടത്തോളം കാലം ഫോർ ഡിയേഗോ എന്നുള്ള ചാൻറ്റ് ഉണ്ടായിരിക്കും. അതിനിപ്പോൾ ഫോർ ലിയോ എന്നുള്ളത്
ആൾ വിരമിച്ചാലും ആളുടെ പേരിലും അവരുടെ ചാനലുകളിൽ ഉണ്ടായിരിക്കും. കാരണം ആ രീതിയിലാണ് ലിയോ ഇപ്പോൾ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ രീതിയിലാണ് ലിയോ മെസ്സി ഇപ്പോൾ അർജന്റീന ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിവേ ഇത് വലിയ പ്രാധാന്യമുള്ള ഒരു മത്സരമാണ്. 1966 56 ഫൗളുകൾ ഉണ്ടായിരുന്നു മത്സരത്തിൽ. വിചാരിക്കും ഏറ്റവും കൂടുതൽ ഫൗളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അർജന്റീന ആയിരിക്കും എന്നുള്ളതല്ല. അതിൽ 36 എണ്ണവും ഇംഗ്ലണ്ടാണ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1986 വേൾഡ് കപ്പിൽ അന്നത്തെ സാഹചര്യത്തിൽ 11 ഗോളുകൾ തലയോ അല്ലെങ്കിൽ ഫിറ്റോ അല്ലാതെ ഗോളുകൾ അടിച്ചിട്ടുണ്ട്. കൈകൊണ്ട് അടിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഇതാണ് പിന്നെ യെസ് മറ്റേ ചങ്ങായി ആൽഫ്രാംസി ഇംഗ്ലീഷ് കോച്ച് ആനിമൽസ് എന്ന രീതിയിൽ അർജന്റീനക്കാരൊക്കെ ആ രീതിയിലൊക്കെ ടി വി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1966 ആ ഒരു റൈവലറിയുടെ തുടക്കം അതാണെന്നുള്ളത് ഓർക്കണം. എനിവേ ഇതാണ് ആരായിരിക്കും ഹീറോ ആയിട്ട് മാറുന്നത്. ജൂഡ് ബെല്ലിംഗാം അസാധ്യ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളെ പിടിച്ചെടുത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായ സംഭവമായിരിക്കും. ലിയോ മെസ്സിക്ക് ഹെൽപ്പ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മാൻ വാട്ട് എ ഗെയിം ഗെയിം ഓഫ് മാർജിൻസ് ആണ്. എന്ത് സംഭവിച്ചാലും ഇറ്റ് വിൽ ബി ഇമോഷണൽ. മറ്റേ കൊണ്ട് കാണാം. ഗുഡ് ബൈ.